കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തണുത്തു, പക്ഷേ ബംഗാൾ തണുക്കുന്നില്ല. മറിച്ച് ഇവിടെ നിന്ന് പോയി ആളുകൾ രാജ്യം മുഴുവൻ അശാന്തമാക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം മമതാ ബാനർജിയുടെ കയ്യിലാണ്. ഞനക്കൊരു വാക്കുണ്ട്, സിംഗ് ബാലോ ലോഖൻ. സിംഹം മുന്നോട്ട് പോകുമ്പോൾ അതൊരു തവണ പിന്നോട്ട് നോക്കും. ഇപ്പം നോക്കി ഇനി ചാടാൻ പോവാണ്. ഇപ്പോൾ കണ്ടോളൂ, ഇത്തവണ അധികാരത്തിൽ വരും 2000. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങളോട് എന്തെങ്കിലും പറയൂ. ബംഗാളിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷേ ഇരുപക്ഷവും വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. മമത കേന്ദ്രത്തിന് എതിരാണ്. നിങ്ങളാണെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ, അവരെ തുരത്തൂ. ഇതെല്ലാമാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? റോഡുകൾ, പാർപ്പിടം, ദാരിദ്ര്യം പോലുള്ള വലിയ വിഷയങ്ങളില്ലേ? അതൊക്കെയാണ് വലിയ വിഷയങ്ങൾ. പക്ഷേ എല്ലാവരും നുഴഞ്ഞുകയറ്റക്കാരാണ്. അതൊരു വിഷയമാണോ? അല്ല, നുഴഞ്ഞുകയറ്റക്കാർ എന്നത് ഒരു പുതിയ വിഷയമല്ല. ഞാൻ 86-ൽ ഞങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ സമരം ചെയ്തിരുന്നു. സീമാന്ത ശാന്തി ഓർ സുരക്ഷാ സമിതി എന്ന പേരിൽ. എനിക്കറിയാം, ഞാൻ അന്ന് RSന്റെ പ്രചാരകനായിരുന്നു. ഞങ്ങൾ അതിർത്തി ജില്ലകളിൽ മുഴുവൻ ഒരുപാട് സമരം ചെയ്തു. മമതാ ബാനർജി 2005-ൽ പാർലമെന്റിൽ സ്പീക്കറുടെ മുന്നിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു, ഇതിനെക്കുറിച്ച് ചർച്ച നടക്കണമെന്ന്. അത് നടക്കാതായപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് പേപ്പറുകൾ വലിച്ചെറിഞ്ഞിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർ ബംഗാളിനെ തിന്നുതീർക്കും, ഇതിനെക്കുറിച്ച് ചർച്ച നടക്കണം. ഈ പ്രശ്നം ആ സമയത്ത് അവർക്ക് തോന്നിയിരുന്നു. ആ സമയത്ത് അതൊരു പ്രശ്നമായിരുന്നു, ഇന്നല്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നം തന്നെയാണ്. ഇന്ന് രാജ്യത്ത് എന്ത് അശാന്തിയുണ്ടോ, അത് ഭീകരവാദമാകട്ടെ, മറ്റ് സാമൂഹിക വിരുദ്ധ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളാകട്ടെ, രാജ്യത്ത് എവിടെയായാലും ആളുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ബംഗ്ലാദേശ് വഴിയും ബംഗാൾ വഴിയും. ഇവിടെ നിന്ന് ഐ-കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ കാർഡ് എന്നിവ എടുത്ത് രാജ്യമെമ്പാടും പോവുകയാണ്. ഇപ്പോൾ നോക്കൂ, അടുത്തിടെ പിടിക്കപ്പെട്ടവരുടെ എല്ലാം ആധാർ കാർഡും വോട്ടർ കാർഡും ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നും മാൾഡയിൽ നിന്നുമാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. ബംഗാളിന് മാത്രമല്ല, രാജ്യത്തിൻ്റെ മുഴുവൻ സുരക്ഷയ്ക്കും ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് ഉന്നയിക്കുന്നത്. പക്ഷേ ഞങ്ങൾ എന്തായാലും സബ്കാ സാത്ത് സബ്കാ വികാസ് നടപ്പിലാക്കുന്നവരാണ്. ഞങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് തികച്ചും ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണ്. ഇവിടെ ഞങ്ങളുടെ വീട് ശരിയാക്കി തരൂ, വെള്ളം തരൂ, വഴി തരൂ. നിങ്ങൾ വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ്. എന്തിന്? കൂടാതെ രാജ്യത്ത് മുഴുവൻ ഇതാണ് പ്രശ്നം എന്നതിന് ഒരു തെളിവുമില്ല. മറ്റൊരു പ്രശ്നം തെളിവാണ്. ഇവിടെ ഇത്രയധികം ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യമുണ്ടെങ്കിൽ 50 വർഷമായി യാതൊരു വികസനവും നടന്നിട്ടേയില്ല. 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണവും 15 വർഷത്തെ മമതയുടെ ഭരണവും ഒരേപോലെ തന്നെയാണ് പോയത്. അന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. സംസ്ഥാനത്തിൻ്റെ GDP UP-യേക്കാൾ വളരെ കൂടുതലാണ്. രാജസ്ഥാനേക്കാൾ വളരെ കൂടുതലാണ്. മധ്യപ്രദേശിനേക്കാൾ വളരെ കൂടുതലാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. വിഭജനത്തിന് ശേഷം രാജ്യത്തിനായി ബംഗാളിൻ്റേത് 24% GDP ആയിരുന്നു. ഇന്ന് 9% എത്തിയിരിക്കുന്നു. പറയൂ, ആരാണ് ഉത്തരവാദി? കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ ഈ ആളുകളാണ്. ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇതിനു മുൻപും ഈ സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സീറ്റിൽ ഏകദേശം 2% വളരെ ചെറിയ ഭൂരിപക്ഷമാണുള്ളത്. നിങ്ങളെപ്പോലൊരു മുതിർന്ന നേതാവ് എങ്ങനെയാണ്? സുരക്ഷിതമായ ഒരുപാട് സീറ്റുകളുണ്ടല്ലോ. നിങ്ങൾ ലോക്സഭയിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്രയധികം ഇഞ്ചോടിഞ്ച് കടുത്ത മത്സരമുള്ള ഒരു സീറ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് മത്സരിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത്, അവർ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് തരണം. അപ്പോൾ നിങ്ങൾക്ക് സംസ്ഥാനത്തുടനീളം പ്രചാരണം നടത്താൻ കഴിയും. നോക്കൂ, ഇപ്പോൾ ഞങ്ങൾ നൽകിയിട്ടുള്ള ചേഞ്ച്, പരിവർത്തൻ എന്ന മുദ്രാവാക്യം. പരിവർത്തനം വേണം. അതുകൊണ്ട് എല്ലാ മേഖലയിലും ഇത് ജനങ്ങളുടെ ശബ്ദമാണ്. വിദ്യാഭ്യാസം നോക്കൂ, ബംഗാൾ മുന്നിലായിരുന്നു. ഇന്ന് ബംഗാളിൽ വിദ്യാഭ്യാസമില്ല. ഈ വർഷം 8500 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ പോകുന്നു. അവിടെ വിദ്യാർത്ഥികളില്ല, അല്ലെങ്കിൽ ടീച്ചർമാരില്ല. 26,000 അധ്യാപകരുടെ ജോലി ഇല്ലാതാക്കി കോടതി അവരെ പുറത്താക്കി. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ അങ്ങനെയുള്ള 42,000 ജീവനക്കാരുണ്ട്. അവരുടെ ജോലിയും പോകാൻ പോവുകയാണ്. എല്ലായിടത്തും തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഇന്ന് ആരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രികളിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നിരിക്കുന്നു. നിങ്ങൾക്ക് അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല. വരാന്തയിലും വഴിയിലുമൊക്കെ ആളുകൾ കിടക്കുകയാണ്. ഒരു മിനിമം സേവനം പോലും അവർക്ക് ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസവും ആരോഗ്യവും ബംഗാളിൽ മുന്നിട്ട് നിൽക്കുന്നു. എത്ര നല്ല നല്ല മെഡിക്കൽ കോളേജുകളാണ്. ബാക്കിയുള്ള ഭരണപരമായ അവസ്ഥ നോക്കൂ. ഇപ്പോൾ സുപ്രീം കോടതി എന്താണ് പറയുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ നടക്കുന്നത് ബംഗാളിലാണ്. കാശ്മീർ ശാന്തമായി. മറ്റേത് തണുപ്പിലാണ്? കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തണുത്തുപോയിരിക്കുന്നു. പക്ഷേ ബംഗാൾ തണുക്കുന്നില്ല. മറിച്ച് ഇവിടെ നിന്ന് പോയി ആളുകൾ രാജ്യം മുഴുവൻ അശാന്തമാക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം മമതാ ബാനർജിയുടെ കൈകളിലാണ്. ഇപ്പോൾ മാൾഡയിൽ പിടിക്കപ്പെട്ടയാൾക്കെതിരെ മമതജി സംസാരിക്കുന്നുണ്ട്. അയാൾ അവരുടെ കൂടെ നിന്ന് പ്രസംഗിക്കുന്ന, കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് അന്താരാഷ്ട്ര പ്രവർത്തനത്തിലാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവിക്കുന്നത്
ബംഗാളിൽ എക്കാലവും ഉണ്ടായിരുന്ന ഒരു ദേശീയ പ്രത്യയശാസ്ത്രത്തിന് എതിരായിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇത് ഞങ്ങൾക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു മാറ്റം വേണം. നിങ്ങളൊന്ന് പറയൂ, BJP എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ അവിടെയൊക്കെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയതായി ഞങ്ങൾ കണ്ടു. ബംഗാളിൽ ലക്കി ഭണ്ഡാർ പദ്ധതിയിൽ മമതാ ബാനർജിയും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അതേ പദ്ധതി നടപ്പിലാക്കി തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഇവിടെ TMC തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യണമെങ്കിൽ തീർച്ചയായും ചെയ്യണം. BJP അത് ചെയ്യാറുണ്ട്. എല്ലാ സർക്കാരുകളും കുറച്ചും കൂടുതലൊക്കെയായി ചെയ്യാറുണ്ട്. വിവിധങ്ങളായ ലാഡ്ലി യോജന മധ്യപ്രദേശിൽ ശിവരാജ് ജി ആരംഭിച്ചു. ഞങ്ങളുടെ ഇവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഒരുപാട് ആളുകളുണ്ട്. ഒരാളുടെ ജോലി കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയില്ലെങ്കിൽ സ്ത്രീകളെ സഹായിക്കുകയാണെങ്കിൽ ഒന്നുകിൽ കയ്യിൽ പണം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സ്വയം പര്യാപ്തരാക്കുക. ഹെൽപ്പ് ഗ്രൂപ്പിലൂടെ അവരെ സ്വയം പര്യാപ്തരാക്കുക. ലക്ഷപതി ദീദിയാക്കിയാൽ കുടുംബത്തിന് ഹെൽപ്പ് ആവും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ 500 രൂപ വർദ്ധിപ്പിച്ചു, ഞങ്ങൾ അതിൻ്റെ ഡബിളാക്കും തീരെ ആവശ്യം വന്നാൽ. ബജറ്റിൽ പണമില്ല, ബജറ്റ് ഡെഫിസിറ്റിലാണ്, എന്നിട്ടും 500 കൊടുക്കും. പണം എവിടെ നിന്ന് വരും? നിവൃത്തികേടിൻ്റേതാണ്. ഞാനും എത്രയോ വർഷമായി നോക്കിയിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്കും മുകളിൽ നിന്ന് പണം വരുമെന്ന്. നോക്കൂ, പോളിറ്റിക്സിൽ എന്തോ ഒരു കമ്പൾഷൻ ഉണ്ട്. അതിന്ന് വെനസ്വേല എങ്ങനെയാണ് തകർന്നത്? ഇങ്ങനെയുള്ള ഡോൾ പോളിറ്റിക്സ് കൊണ്ട് ശ്രീലങ്കയുടെ അവസ്ഥ എന്താണ്? പക്ഷേ ഇത് ജനാധിപത്യത്തിൽ ഇങ്ങനെയൊരു സാഹചര്യമാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് ഏറ്റവും വലിയ മുൻഗണന. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി മുന്നോട്ട് പോവുകയാണ്. 21 സംസ്ഥാനങ്ങളിൽ 3ാം തവണയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിയുണ്ട്. ഞങ്ങൾ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രാഥമിക ആവശ്യകതകൾ ഗരീബ് കല്യാൺ യോജനയിലൂടെ വീട്ടിൽ റേഷൻ എത്തിക്കുന്നതാണെങ്കിലും 81 കോടി ആളുകളുടെ വീടുകളിൽ 5 വർഷമായി എത്തിക്കുന്നു. അവർക്ക് ഗ്യാസിനുള്ള സൗകര്യമൊരുക്കലാകട്ടെ, വീട്ടിൻ്റെ മേൽക്കൂരയ്ക്കുള്ള സൗകര്യമൊരുക്കലാകട്ടെ, വെള്ളത്തിനുള്ള സൗകര്യമൊരുക്കലാകട്ടെ, എല്ലാ പ്രാഥമിക കാര്യങ്ങളും. കാരണം ദാരിദ്ര്യരേഖയ്ക്ക് ഏറ്റവും താഴെയുണ്ടായിരുന്ന 28 കോടി ജനങ്ങൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഫലമുണ്ടായിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ഏതെങ്കിലും സമൂഹത്തിന് നൽകേണ്ടി വരുമെങ്കിൽ ബംഗാൾ പോലെ പാവപ്പെട്ട സംസ്ഥാനമാണ്, കൊടുക്കേണ്ടി വരും, കൊടുത്തോളൂ. പക്ഷേ ആദ്യം നിങ്ങൾക്ക് വരുമാനം വേണമല്ലോ. വരുമാന സ്രോതസ് എവിടെയാണ്? നിങ്ങളുടെ ബജറ്റ് എവിടെയാണ്? BJP പണ്ടൊക്കെ ഒരു മധ്യവർഗ പാർട്ടിയായിരുന്നു, വ്യാപാരികളുടെ പാർട്ടിയായിരുന്നു, നഗരങ്ങളിലെ പാർട്ടിയായിരുന്നു. ബട്ട് നിങ്ങൾക്ക് ഇവിടെ കൽക്കത്തയിൽ ഒരു സീറ്റ് നേടാൻ കഴിയില്ലല്ലോ. കൊൽക്കത്തയിൽ സീറ്റ് നേടാത്ത കാലത്തോളം നിങ്ങൾ സംസ്ഥാനത്ത് എങ്ങനെ വിജയിക്കും? ആ ആളുകൾ നിങ്ങൾക്ക് വോട്ട് നൽകാൻ വേണ്ടി നിങ്ങൾ ഈ നഗരത്തിനായി എന്താണ് ചെയ്യുന്നത്? ഇല്ല, ഞങ്ങളിപ്പോൾ ജയിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ബംഗാളിൽ BJP എവിടെയായിരുന്നു? ഞാൻ 16 വന്നു. ആദ്യമായി ഞങ്ങൾ അസംബ്ലിയിൽ ജയിച്ചു, 3 സീറ്റ്. ഞാനുണ്ടായിരുന്നു, അതിൽ പ്രസിഡൻ്റായിരുന്നു. പിന്നെ 77 കുതിച്ചുയർന്നു. ഇതും ഒരു ചരിത്രമല്ലേ? എവിടെയും സംഭവിച്ചിട്ടില്ല. ഒരു MPയെ ഞങ്ങൾ ഡാർജിലിംഗിൽ എവിടെയോ ജയിച്ചിരുന്നു. 19 അത് 18. ഇപ്പോൾ ബംഗാൾ കണ്ടിട്ടുണ്ട് BJP എന്താണെന്ന്, BJPയുടെ പ്രവർത്തനം എന്താണെന്ന്, സദ്ഭരണം എന്താണെന്ന്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഇനി നോക്കൂ, ഇടതുപക്ഷക്കാർ 34 വർഷം ഭരിച്ചു. ബംഗാളിൽ കൊൽക്കത്തയിൽ ഒരിക്കലും ഭരിച്ചിട്ടില്ല. ഒരിക്കലും അവർ കോർപ്പറേഷൻ ജയിച്ചിരുന്നു, 35 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രം. ഇത് എപ്പോഴും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. അത് പൂർണ്ണമായും TMCയിലേക്ക് മാറി. ഈ മുഴുവൻ ദേശീയവാദ ശക്തിയും ഇപ്പോൾ BJPയിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ എവിടെയാണോ തീർത്തും ദുർബലരായിരുന്നത്, ഏറ്റവും നല്ല സീറ്റ് അവിടെ നിന്ന് വരും. ദിലീപ് ദാ, പാർട്ടിയുടെ ആദ്യത്തെ 3 MLA-മാരുടെ ബാച്ചിൽ ഒരാളായിരുന്നു താനെന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ പാർട്ടിയുടെ പ്രചാരകരുടെ പട്ടിക നോക്കിയാൽ ലിയാൻഡർ പേസ്, ദിലീപ് ഘോഷ്, സുബേന്ദു അധികാരി എന്നിവർ അടിക്കുറിപ്പിൽ മംഗൾ പാണ്ഡെയ്ക്ക് താഴെയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലേ? ഈ ആളുകളുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ തൃപ്തനായിരിക്കേണ്ടതുണ്ടോ? രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം രണ്ടാമതായി തീരുന്നു. പാർട്ടി ആരെ കൊണ്ടുവരും, ആരെ ഒഴിവാക്കും, ആരെ മുന്നിൽ നിർത്തും എന്നതൊക്കെ പാർട്ടിയുടെ കൈകളിലാണ്. ഞങ്ങളുടേത് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. ഞാൻ 6 വർഷം പ്രസിഡൻ്റായിരുന്നു, ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റായിരുന്നു, MLA ആയി, MP ആയി. ഇന്ന് എനിക്കൊരു ഉത്തരവാദിത്വമില്ല, പക്ഷേ ഞാൻ പഴയതുപോലെ തന്നെ സജീവമാണ്, അത്ര തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നിയമസഭയിൽ മത്സരിക്കണമെന്ന് പാർട്ടിക്ക് തോന്നി, അതിനാൽ ടിക്കറ്റ് തന്നു, അതിനാൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഈ കാഴ്ചപ്പാടോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. BJPയുടെ കോടിക്കണക്കിന് പ്രവർത്തകർ വർഷം മുഴുവൻ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുകയും എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഫണ്ട. അത് നിങ്ങളെ വേദനിപ്പിക്കുന്നു? ഒന്നും വേദനിപ്പിക്കുന്നില്ല. പാർട്ടി എനിക്ക് അവസരം തന്നു. ഇത്രയും വലിയ അവസരം തന്നപ്പോൾ ഞാൻ എൻ്റെ ശക്തിയും കഴിവും ഉപയോഗിച്ച് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി. മറ്റാർക്കെങ്കിലും അവസരം കൊടുക്കും, അയാൾ അത് വളർത്തും, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഒരുപാട് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇന്നും 80 കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നുണ്ട്. അതൊരു അഭിമാനത്തിൻ്റെ കാര്യമാണോ അതോ നാണക്കേടിൻ്റെ കാര്യമാണോ? 50 വർഷം
60 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ രാജ്യത്ത് ഇത്ര കുറഞ്ഞ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. 80 കോടി ആളുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ സർക്കാർ കൊടുക്കേണ്ടി വരുന്നു എന്നത്. അതിലൊരു സംശയമില്ല. BJP ആണെങ്കിൽ 11 വർഷമായി, 11 ഇയേഴ്സ് ഓൾറെഡി. എന്നാൽ ഇന്ന് രാജ്യം ഇവർക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നി. കുറഞ്ഞത് മിനിമം ഭക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഭക്ഷണം നൽകുന്നു. ഭക്ഷണം കിട്ടും. താമസിക്കാൻ വീട് നൽകാൻ കഴിയും. അയാൾക്കത് സ്വയം ഉണ്ടാക്കാൻ കഴിയില്ല, ഞങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തിന് നൽകാനായി ഇത്രയും ശക്തിയുണ്ട്. 81 കോടി ആളുകൾക്ക് റേഷൻ നൽകാൻ കഴിയും. കോടിക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നൽകാൻ കഴിയും. ശൗചാലയങ്ങൾ നൽകാൻ കഴിയും. ഇവ പ്രാഥമിക ആവശ്യകതകളാണ്. ഇതിന് മുൻപുള്ള സർക്കാർ ചിന്തിച്ചിട്ട് പോലുമില്ല. കൊടുക്കുന്നത് ദൂരേർ കാര്യമാണ്. വെറും തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. ഇന്ന് നൽകുന്നുണ്ട്. അതേ വീട്ടിലെ ആൺകുട്ടികൾ ഇന്ന് വന്ന് പഠിക്കുന്നുണ്ട്. ചന്ദ്രയാൻ അയക്കുന്നു. അവർ അതേ ആളുകളാണ്. മിസൈൽ റോക്കറ്റ് ഉണ്ടാക്കുന്നത് അവിടുത്തെ കുട്ടികളാണ്. ആരും വിദേശത്തു നിന്ന് വന്നിട്ടില്ല. നമ്മുടെ വലിയ വലിയ IIT-കാർ വിദേശത്തേക്ക് പോകുമായിരുന്നു. ഇന്ന് ഞാൻ ഖരഗ്പൂരുകാരനാണ്. ആദ്യത്തെ IIT ഖരഗ്പൂരാണ്. ഈ തവണ ക്യാമ്പസ് സെലക്ഷനിൽ ഒരു ആൺകുട്ടിക്ക് 2,40,00,000 എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ 1500-ൽ കൂടുതൽ പേരുണ്ട്. അവരുടെ വാർഷിക എഗ്രിമെൻ്റ് 1 മുതൽ 2 കോടി വരെയാണ്. അതൊരു വിദേശ കമ്പനിയല്ല. ഇന്ത്യയിൽ അവർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. ഇത്രയും പണം നൽകുന്ന കമ്പനിയുമുണ്ട്. നമ്മുടെ ഏറ്റവും മെറിറ്റുള്ളവരും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇത് ഞങ്ങൾ അവർക്ക് ജോലി നൽകാനായി ജോലി നൽകിയിരിക്കുകയാണ്. അവരുടെ പ്രതിഭയെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയ. അതുകൊണ്ടല്ലേ ഇത്രയധികം ഐഫോൺ ഫാക്ടറികൾ വന്നത്. ഞങ്ങൾ ലോകത്തിന് ഐഫോൺ സപ്ലൈ ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയതായി ചന്ദ്രയാൻ എന്ന് പറയൂ, മംഗളയാൻ എന്ന് പറയൂ. ഇന്ത്യ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഫൈറ്റർ ജെറ്റ് മുതൽ കപ്പൽ വരെ നിർമ്മിക്കാൻ പോവുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്. ബംഗാൾ വളരെ അസ്ഥിരമായ ഒരു സംസ്ഥാനമാണ്. പാർട്ടികൾ കുത്തനെ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞത് തവണത്തെ പോലെ 2016 മുതൽ 21 വരെ നിങ്ങൾ കുതിച്ചുയർന്നു. പക്ഷേ പാർട്ടികൾ താഴോട്ടും വരും. 2021 മുതൽ 21 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. BJP ഒരു തവണ പോലും ജയിച്ചിട്ടില്ല. അതിൻ്റെ വോട്ട് താഴോട്ട് 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 പോയി. ഇത് BJPക്ക് ഒരു തകർച്ചയുടെ സൂചനയാണോ? പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണോ അധികാരത്തിലുള്ളത് അവർ തന്നെയാണ് ജയിക്കുന്നത്. 2021-ൽ ഞങ്ങൾ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിരുന്നു. 21-ലല്ല, 2019-ൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് രാജിവെച്ച് വന്നവരിൽ അതിൽ 4 എണ്ണത്തിൽ ഞങ്ങൾ ജയിച്ചിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. ഒന്നുണ്ടായിരുന്നു, ജയിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഡൗൺഫോൾ സംഭവിക്കുന്നുണ്ടെന്ന്. അതെല്ലാ പാർട്ടിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നതാണ്. പക്ഷേ മമതാ ബാനർജിയെ നോക്കൂ. അവർ ഇന്ത്യയിലായിരുന്നു. 2004-ൽ ഇന്ത്യ തോറ്റപ്പോൾ ആ സമയത്ത് അവർക്ക് അതിനു മുമ്പ് 8 സീറ്റുണ്ടായിരുന്നു. അതിനുശേഷം അവർ1 മാത്രമേ ജയിച്ചുള്ളൂ. പക്ഷേ 2ാം തവണ അവർ അധികാരത്തിൽ വന്നു. ഇത് രാഷ്ട്രീയത്തിൻ്റെ കളിയാണ്. ചിലപ്പോൾ അപ്പ്, ചിലപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഡൗണായി. സിംഹുബാൽ ലോകോം എന്ന് ഞങ്ങളുടെ ഒരു വാക്കുണ്ട്. സിംഹം മുന്നോട്ട് പോകുമ്പോൾ അത് ഒരിക്കൽ പിന്നോട്ട് നോക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു, ഇനി ചാടാൻ പോവുകയാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ തവണ അധികാരത്തിൽ വരും 2000. സ്ത്രീകളുടെ വോട്ട് TMCക്ക് എല്ലാ സ്ത്രീകളുടെയും വോട്ടുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷവും ലഭിക്കുന്നു. നിങ്ങൾ 20 സ്ഥാനാർത്ഥികളായ വനിതാ സ്ഥാനാർത്ഥികളെ മാത്രമാണ് നിർത്തിയത്. അവർ 50-ൽ ചില്ലാനം സ്ഥാനാർത്ഥികളെ നിർത്തി. അവരുടെ സ്ഥാനാർത്ഥികളിൽ 20% വനിതകളാണ്. നിങ്ങളെ പുരുഷന്മാരുടെ മാത്രം പാർട്ടിയായി കാണുമ്പോൾ സ്ത്രീകളുടെ വോട്ട് എങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? രാജ്യം മുഴുവൻ സ്ത്രീകൾ BJPക്ക് വോട്ട്, മോദിക്ക് വോട്ട് ചെയ്യുന്നു. ബംഗാളിൽ ചെയ്യുന്നില്ല. സാർ, ചെയ്യുന്നുണ്ട്. SC, ST, OBC എല്ലാവരും ചെയ്യുന്നുണ്ട്. ബംഗാളിൽ ഞങ്ങളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ സ്ത്രീകൾക്ക് ലക്ഷ്മി ഭണ്ഡാർ തുടങ്ങിയവ നൽകപ്പെടുന്നു. അതുമൂലം ഞങ്ങൾക്ക് ആരെങ്കിലും തരുന്നുണ്ടല്ലോ എന്നൊരു ചെറിയ സ്വാധീനം അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇതിനു മുൻപ് ആരും ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് അവർക്കൊരു പോസിറ്റീവ് കാര്യമായിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുടെ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥ ബംഗാളിൽ തന്നെയാണ്. 7 മുതൽ 70 വയസ്സ് വരെയുള്ള ഒരു സ്ത്രീക്കും സുരക്ഷയില്ല. ഇനി പറയൂ, ആർജികർ ഡോക്ടറുടെ ബലാത്സംഗവും കൊലപാതകവും നടന്നു. രാജ്യത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? മാനേജ്മെൻറ്റ് കോളേജ്, അത് രാജ്യത്തെ 1-ാം നമ്പർ കോളേജാണ്. അവിടെയും ഒരു സ്ത്രീക്ക് നേരെയും സംഭവിച്ചിട്ടുണ്ട്. കശ്വേലെ ലോ കോളേജിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇതൊന്നും ബംഗാളിന് പുറത്ത് എവിടെയും സംഭവിക്കുന്നില്ല. ഇതുകൊണ്ട് ഇത് തെറ്റാണ് സംഭവിക്കുന്നത് എന്ന് ആളുകൾക്ക് തോന്നി. സ്ത്രീകൾ മാറ്റം കൊണ്ടുവരും. സർ, ബംഗാളിലെ 80 മുതൽ 90 ലക്ഷം വരെ ആളുകളുടെ പേര് വെട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ വോട്ടേഴ്സായ മട്ടുവ, രാജ്ബൻഷി എന്നിവരുമുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടോ? അതോ ഇത് നിങ്ങളെ ഡാമേജ് ചെയ്യുമോ? നോക്കൂ, ബീഹാറിൽ 6 കോടി വോട്ടേഴ്സ് ഉണ്ട്. 65 ലക്ഷം അതിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു പ്രതിരോധവുമില്ല, പ്രതിവാദവുമില്ല, വഴക്കുമില്ല. ജഡ്ജസിനെ ആരും അറസ്റ്റ് ചെയ്തില്ല, അടിച്ചിട്ടുമില്ല. എല്ലാവരും അംഗീകരിച്ചു. ഇലക്ഷനും നടന്നു. ഇവിടെ 7.5 കോടി വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഇതുവരെ 70-80 കോടി ലക്ഷങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതെന്ത് പെർസെൻറ്റേജാണ്?
ഇത് നോർമലാണ്. നമ്മുടേത് ഒരു ബോർഡർ സ്റ്റേറ്റാണ്. നുഴഞ്ഞു കയറ്റം നടക്കുന്നുണ്ട്. ഇന്നല്ല 40 വർഷമായി ആഫ്റ്റർ പാർട്ടീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആളുകൾ ഇവിടെ തന്നെയുണ്ട്. കൂടാതെ വന്നിട്ടുള്ള ഹിന്ദുക്കളുടെ കയ്യിലും ഡോക്യുമെൻറ്റ്സ് ഇല്ല. ഞങ്ങൾ CAAയിൽ അവരോട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ചെയ്യാത്തവർ എലിജിബിൾ അല്ല. ഇത് നോർമൽ പ്രോസസ്സിൽ നടന്നതാണ്. എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ പേർ പോകുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് സർ.